ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളോട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്സ് കണ്ട പോലെ പറമ്പിൽ കൂടെ പോയി കുറേ മണി പ്ലാന്റ് ഒക്കെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ വെള്ള പുള്ളി ഒന്നും ഇല്ലാത്തിട്ട് വെറുതെ ഇങ്ങനെ നല്ല തിക്കായിട്ട് ഗ്രീൻ ആയിട്ടിരിക്കുന്ന കൂട്ട് മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റ് തന്നെ പലതരം ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ രാവിലെ അതിൻ്റെ പുറകെയായിരുന്നു. മണി പ്ലാന്റ് ഒക്കെ പറിച്ചു. പിന്നെ നമ്മുടെ ചെടിയുടെ ചോട്ടി കുറച്ച് മണ്ണൊക്കെ വെട്ടിക്കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുകളിലത്തെ ചുവന്നല ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് മഴയത്ത് കുറേ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ച് വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അപ്പുറത്തെ വീട്ടിലെ കൊച്ചും കൂടെ ഒരു കുഞ്ഞി തൂമ്പ പോലെ, തൂമ്പ അല്ലല്ലോ, കുഞ്ഞി തൂമ്പ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി കൊണ്ടുവന്ന് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ടു. രാവിലെ ആ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 2:45 ആയപ്പോഴത്തേക്കിനും ഞാൻ പതുക്കെ ക്ലീനിങ്ങിൽ കയറിയത്. അപ്പം നമ്മൾ മിക്കപ്പോഴും തന്നെ ഇങ്ങനെ നമ്മുടെ ഡെയിലി വീഡിയോസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലീനിങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണോ ഇന്നലെയാണോ എന്നറിയില്ല കേട്ടോ, ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് വീഡിയോസൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ നിർത്തിയിട്ടില്ല, ഇതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലീനിങ് മാത്രമാണ്. ഫുള്ള് വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മിക്കപ്പോഴും ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൂത്തും തുടച്ചൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജനലും പിന്നെ കർട്ടനൊക്കെ മാറ്റി ഫുള്ള് ഡീപ്പായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. ഒന്നല്ലെങ്കിൽ തറയൊക്കെ തുടയ്ക്കും, പിന്നെ ഒന്ന് ചുക്കിരിയൊക്കെ കണ്ടാൽ അതൊക്കെ ഒന്ന് നീക്കി ഒന്ന് ജസ്റ്റ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കഴുകലും ഒക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഫുൾ അങ്ങ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം തന്നെ ബെഡ്റൂമിൽ കയറി നമ്മുടെ ഫാനൊക്കെ ഒന്ന് തുടച്ചു, പിന്നെ അലമാരിയും എല്ലാം ഒന്ന് തുടച്ചു കേട്ടോ. പിന്നെ കട്ടിലൊക്കെ മാറ്റി ഫുള്ളായിട്ട് അടിച്ച് തുടച്ചു. കട്ടിലൊക്കെ മാറ്റിയപ്പോഴായിരുന്നു രസം. അതിനകത്ത് നീന്തങ്ങാക്കുരു പിന്നെ ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ കിട്ടിയിട്ടാണ് കാണാതെ പോയ ബുഷ് സ്ലൈഡ് ഒക്കെ. പിള്ളേരുള്ള വീട്ടിൽ മിക്കപ്പോഴും അങ്ങനെയായിരിക്കും, കട്ടിലിൻ്റെയും സോഫയുടെയും ഒക്കെ അടിയിലായിരിക്കും പകുതി ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ക്ലീനിങ് ടൈമിലാണ് അതൊക്കെ കണ്ടു കിട്ടുന്നത്. എൻ്റെ കാണാതെ പോയോ ഞാൻ ആശിച്ച് മോഹിച്ച് മേടിച്ച ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, അതെന്തായാലും കിട്ടി അങ്ങനെ കേട്ടോ. കാര്യം നമ്മൾ ഒന്നിടവിട്ട് മിക്കപ്പോഴും അടിക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിള്ളേർ അതും ഇതൊക്കെ കൊണ്ടുപോയി ഇടും കേട്ടോ. അവർക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോലും വേണമെന്നില്ല, വെറും 10 മിനിറ്റ് കൊടുത്താൽ മതി. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ച സ്ഥലവും അവർ നാശകോശകമാക്കി തരും കേട്ടോ. അതാണ് അവസ്ഥ. അപ്പം എത്ര ക്ലീൻ ചെയ്താലും പിള്ളേരുള്ളിടത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക വീടുകളിലും കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ജോലി കൊണ്ട് അടക്കൽ തന്നെയായി പണിയായതുകൊണ്ട് കുറേയൊക്കെ വൃത്തിയായിട്ട് കിടക്കും. പിന്നെ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, നിനക്ക് എപ്പോഴും ഈ തൂക്കലും തുടക്കലും അടിയും വാരലും പരിപാടി മാത്രമേ ഉള്ളൂ, നിനക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് തോന്നാറില്ലേ, ഫുൾ ടൈം ഇങ്ങനെ പണി ചെയ്തുകൊണ്ട് ഇല്ലാത്ത പണി നീ ഉണ്ടാക്കി ചെയ്യുവാണോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. പക്ഷേ ഇല്ലാത്ത പണി ഉണ്ടാക്കി ചെയ്യുന്നതല്ല, നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർഡർ കിടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കണം. പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും വീട്ടിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും കഞ്ഞിയും കറിയൊക്കെ വെച്ചാൽ പോരെ, അത്ര അല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അത്ര അല്ല കേട്ടോ. വീടൊന്ന് ഓർഡറിൽ എപ്പോഴും കിടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തും പറക്കിയും നടക്കണം. പ്രത്യേകിച്ച് പിള്ളേരുണ്ടെങ്കിൽ. എനിക്കാണെങ്കിൽ ഇങ്ങനെ മുരഞ്ഞ് കിടന്ന് കഴിയുമ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ പൂത്ത് കയറുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ ഒരു പ്രത്യേക ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ തൂക്കാനും തുടയ്ക്കാനും അടിക്കാനും ഒക്കെ കാണും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല കേട്ടോ. എനിക്ക് പക്ഷേ എപ്പോഴും വീട് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കിടക്കണം. പിന്നെ അടുക്കി പറക്കിയൊക്കെ ഇരിക്കണം. പിന്നെ ഗ്യാസ് സ്റ്റവും കിച്ചണൊക്കെ പ്രത്യേകിച്ച് എപ്പോഴും നീറ്റായിട്ട് കിടക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുള്ള ആളാണ് കേട്ടോ. അത് കൊച്ചിലെ മുതൽ അമ്മ അങ്ങനെ ശീലിപ്പിച്ചേക്കുന്നതാണ്. പണ്ടൊക്കെ ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പോലും അമ്മ ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. കറി വെപ്പിക്കും, കഞ്ഞി വെപ്പിക്കും, തുണി അലക്കിപ്പിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും പണി നമുക്ക് തന്നിട്ട് അമ്മ പണിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ ചൂലും കടയായിട്ട് പുറകെ ഓടിക്കുമായിരുന്നു കേട്ടോ. അത് ചെയ്തില്ല നോക്കിക്കോ, കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മായിമ്മ തല തീ കോരിയിടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ടാണോ എന്നും അറിയത്തില്ല കേട്ടോ. പിന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പാത്രമൊക്കെ കഴുകി കൊച്ചിലെ ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മച്ചി ഇങ്ങനെ എടുത്ത് നോട്ടമുണ്ട്, ഇതെന്നാ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത്, വൃത്തിയായില്ലല്ലോ, ഇങ്ങനെയാണോ പാത്രം കഴുകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കഴുകിപ്പിക്കും. പിന്നെ ഞങ്ങളോട് എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു, നമ്മളൊരു പണി ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറൊരാൾ വന്നാൽ അവിടെ ഒരു പണി കാണരുത്, അതുപോലെ വൃത്തിയായിട്ട് ചെയ്യാവുള്ളൂ, അടുക്കും ചിട്ടയ്ക്കും ചെയ്യണം, വീട് കോണും മൂലയൊക്കെ ചേർത്ത് അടിച്ചു വാരണം, മിറ്റം അടിക്കുമ്പോൾ നുള്ളണം, അങ്ങനെയൊക്കെ കുറേ, നമ്മളെ അല്ല കേട്ടോ, പള്ളയൊക്കെ ഇങ്ങനെ നുള്ളി പോകണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു കാര്യവും നമുക്കങ്ങനെ പറഞ്ഞു തരേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ കാര്യവും നമുക്ക് അറിയാം. നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയാൽ നമുക്ക്
വൃത്തിയായിട്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടത്തില്ല. കാരണം നമ്മൾ നോക്കുന്നതൊക്കെ നമുക്ക് പണിയായിട്ട് തോന്നും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വീട് അത്ര വലിയ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ എത്ര വൃത്തിയും വെടിപ്പും ഒക്കെ ഉള്ളവരാണേലും നമ്മുടെ ജീവിക്കുന്ന സാഹചര്യമൊക്കെ അനുസരിച്ച് നമുക്ക് ആ വൃത്തി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു കുടിലൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ വീഴുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും പാത്രമൊക്കെ കഴുകി വൃത്തിയായിട്ടൊക്കെ വെച്ചാൽ നമുക്കൊരു എന്തോ ഒരു നീറ്റ്നെസ് കുറവ് പോലെയൊക്കെ തോന്നും എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ പരിമിതികളിൽ നിന്ന് ഉള്ള സാഹചര്യത്തിൽ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ആ പേരെയെല്ലാം അടിച്ച് തുടച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പുൽത്തൈലൊക്കെ ഇട്ട് അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുപ്പിലൊന്ന് പുകയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് കൊതുകൊക്കെ ഉള്ളതൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അഷ്ടഗന്ധമൊക്കെ തീർന്നിരിക്കുക. അല്ലെങ്കിൽ ഞാനിങ്ങനെ പുകയിടുമ്പോൾ കുറച്ച് അഷ്ടഗന്ധവും കൂടി അങ്ങ് ഇടാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ മിക്സിയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയൊക്കെ മിക്കപ്പോഴും തൂക്കുന്നതാണ്, എന്നാലും ഞാൻ എന്തായാലും തൂത്തങ്ങ് തുടങ്ങിയതല്ലേ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വന്നിട്ട് ഫ്രിഡ്ജിനകമൊക്കെ ഒന്ന് തൂക്കുന്നുണ്ട്. സാധാരണ അതിൻ്റെ ഇങ്ങനെ ചില്ലൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ട് കഴുകുന്നതാണ്. ഇന്ന് ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല, കാരണം അതിനകത്ത് കരിയായിട്ടൊന്നും ഇല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇന്ന് ചിലപ്പോൾ ഏട്ടായി വരുമ്പോഴത്തേക്കിനും മീനോ ഇറച്ചി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കൊണ്ടുവന്ന് വെച്ച് ആ പരിപാടി കഴിഞ്ഞിട്ട് അതൊക്കെ ഊരി എടുത്തിട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ ഫ്രിഡ്ജും ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ തുണിക്കഷ്ണം കാണാം. അത് വേറെ ഒന്നല്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ കൈ തുടയ്ക്കണം, അതിന് വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രിഡ്ജിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ ഒരു തുണി വെച്ചിട്ടുണ്ടായിരിക്കും, അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം, കൈക്കിലല്ലാതെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ നമ്മൾ കൈയൊക്കെ കഴുകുന്നതിൻ്റെ അത് സിങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ആണി അടിച്ചിട്ട് അവിടെ ഒരു തുണി ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് പാത്രം കഴുകിയിട്ട് എപ്പോഴും പോയി തുടയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. ചിലരിങ്ങനെ നൈറ്റിയിലേക്ക് ഇങ്ങനെ തുടയ്ക്കും, എനിക്ക് പക്ഷേ ഉണങ്ങിയ തുണിയിൽ അപ്പം തുടച്ച് കൈ ഉണക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെക്കും. ഒരു കാര്യം ഇങ്ങനെ നമ്മൾ കുറേ നാളത്തേന് ഇങ്ങനെ കൂട്ടിയിടാറില്ല. എന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ വീണ അപ്പം തുടച്ച് ക്ലീൻ ചെയ്ത് അപ്പം നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ വലിയ വൃത്തികേടാവാതിരിക്കും. പിന്നെ ഇതുപോലെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒന്ന് മൊത്തം അടിച്ച് തുടച്ചൊന്ന് ക്ലീൻ ആക്കിയാൽ മതി, അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജും തുടച്ചു, അടുക്കളയും തുടച്ചു, അങ്ങനെ വീട് ഫുള്ള് ക്ലീനാക്കി. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ ആ മുറി ഉണ്ടല്ലോ, അവിടെ വേറെ ഒന്നുമില്ല, തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു എട്ടുകാരി അതിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാം പറക്കി ഇങ്ങനെ മാറ്റി നോക്കി പോയേ. അപ്പം ഞാൻ അവിടെ മൊത്തം ക്ലീൻ ആക്കേണ്ടതായിട്ട് വന്ന് ലാസ്റ്റ് എല്ലാത്തിനും അടിച്ച് പൊടിയെല്ലാം കൂടെ ചാടിച്ച്. അപ്പം ഞാൻ അതുകൊണ്ട് അവിടെ ഒന്നും ക്ലീൻ ആക്കുന്നില്ല. അപ്പോൾ എല്ലാം തുടച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്ത് റൂമെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് പുതിയ ചവിട്ടിയൊക്കെ കഴുകി ഉണക്കിയത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ഡീപ്പ് ക്ലീനിങ് പെരയ്ക്കകം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മുറ്റം ഒന്ന് ക്ലീനാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. മുറ്റം പിന്നെ അധികം ക്ലീനാക്കാനും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും പറമ്പിലോട്ട് നമ്മൾ ഇടുന്നില്ല. പിന്നെ കരിയിലുള്ളത് അന്നന്ന് അടിച്ച് കൂട്ടി കളയും, പിന്നെ ഉണങ്ങി കിടക്കുകയാണെങ്കിൽ കത്തിച്ചൊക്കെ കളയും. അപ്പോൾ അതുകൊണ്ട് അധികം മുറ്റത്ത് നമുക്ക് ക്ലീനാക്കാൻ മാത്രം ഇല്ല കേട്ടോ. പിന്നെ മുറ്റം തന്നെ നമുക്ക് അധികം ഇല്ല, അപ്പോൾ അതുകൊണ്ട് അധികം മുറ്റം ക്ലീനിങ് പരിപാടി വരുന്നില്ല. ഇനി കുറച്ച് പണി എനിക്ക് ഞാനവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈലും അങ്ങനെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലിയർ ആക്കി. അവിടുത്തെ ഉരുളങ്കല്ലൊക്കെ കുറേ ഇങ്ങനെ കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ സമയം കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്നു, പിന്നെ ഞാൻ അവർക്ക് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തു. ഇന്നിപ്പോൾ ഞാൻ വേറെ വിശദമായിട്ടൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. സൗകര്യം പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മുറ്റമെല്ലാം ചുറ്റും ഒന്ന് അടിക്കുന്നുണ്ട്. പിന്നെ എന്നത്തെയും പോലെ റോഡ് സൈഡ്, പിന്നെ ഇപ്പം മഴ 2 ദിവസമായിട്ട് കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടാൽ തന്നെ നല്ലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. മഴയാണെങ്കിൽ നമുക്ക് അത്രയും തോന്നത്തില്ല, കാരണം നമ്മൾ അടിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും മൊത്തം കരിയിലെല്ലാം വീണ് വീണ്ടും ഉരഞ്ഞ പോലെ തന്നെ കിടക്കും. ഇപ്പം വെയിലായതുകൊണ്ട് അടിച്ച് നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്ന് ഞാൻ പറിച്ച് നട്ട ചെടിയാണ് കേട്ടോ. ചെടിയല്ല, നമ്മുടെ പയർ വിത്ത്
പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പാവയ്ക്ക കറി വെക്കാൻ മേടിച്ചപ്പോഴത്തേക്കിനും അതിൻ്റെ കുരു കൊണ്ടുപോയി ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ചാക്കിനകത്ത്. അപ്പോൾ അതും കിളിർത്ത് വന്നിട്ടുണ്ട്. മഴ കുറവായതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അടിവശത്തോട്ടൊക്കെ ചെറിയ നനവുണ്ട്, എന്നാലും കുറച്ച് വെള്ളം ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇനി കുളിക്കൽ പരിപാടിയാണ്. നമ്മുടെ ക്ലീനിങ് എല്ലാം ഫുള്ള് കഴിഞ്ഞു. വീടും പരിസരവും ഒക്കെ ക്ലീനാക്കി ഇനി കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ ഇത് പാടത്താളിയാണ്. പാടത്താളി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ അരച്ചെടുത്തു. എന്നിട്ട് ഞാനൊരു വെള്ള തുണിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചോറിങ്ങനെ അരച്ചിട്ട് അരിച്ചെടുത്തില്ല, അതുപോലെ തന്നെ അരിച്ചെടുത്തു കേട്ടോ. അതാകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കൊതുമ്പൊക്കെ നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ പോകാൻ എളുപ്പം കിട്ടും. അല്ല ഭയങ്കരമായിട്ട് ഒട്ടി ഒട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുത്തത്. അങ്ങനെ താളിയൊക്കെ തേച്ച് കുളിയൊക്കെ പാസ്സാക്കി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ഡ്യൂട്ടീസ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ കഞ്ഞിക്കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രാവിലെ ഞാൻ ഇന്നത്തെ ക്ലീനിങ് പരിപാടി മുൻകണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാം. അയ്യോ ഇരിക്കാൻ പറ്റത്തില്ല, അബീനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്കിനും വിളക്കൊക്കെ വെക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നിലവിളക്കൊക്കെ കത്തിച്ചു, എന്നത്തേ പോലെ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ കുറച്ച് ബാക്കി പണികളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടനും ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് കഴുകാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എല്ലാം ഒന്ന് വിരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, ഞാനൊരു കുപ്പിക്കകത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സമയമായതുകൊണ്ട് ഞാൻ അധികം മണി പ്ലാന്റ് ഇങ്ങനെ അകത്തോട്ടൊക്കെ ആക്കുന്ന ഭാഗം ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ കുഞ്ഞാപ്പി ഇതിനിടയ്ക്ക് കുറച്ച് ഉറക്കമൊക്കെ വന്നിട്ട് വഴക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കിനും നേരെ നല്ലവണ്ണമൊക്കെ അങ്ങ് ഇരുട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാക്കി കുറച്ച് മണി പ്ലാന്റ് എല്ലാം ഞാൻ ചുമ്മാ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്കതൊന്ന് വേണ്ട പോലെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തൽക്കാലം കുറച്ച് മാത്രം എടുത്ത് ഞാനൊന്ന് അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞാപ്പി കഴിഞ്ഞ ദിവസം പിച്ചി പറിച്ച് കഴിഞ്ഞ മണി പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അതിന് പകരം വേറെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരെണ്ണം ഇവിടെയും വെച്ചു. പിന്നെ ഒരു സെക്ഷനോടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ മണ്ടേ കൊണ്ട് വെച്ച് അവിടെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു. അപ്പോൾ എല്ലാ പരിപാടിയും തീർന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.